സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉത്തരം പറയണമെന്ന് ആവശ്യപ്പെടുകയാണ് നടി ഉർവശി. കന്യാസ്ത്രീ വിഷയത്തിലൊന്നുമല്ല കേട്ടോ, ഇത് മറ്റൊരു വിഷയമാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തെക്കുറിച്ചാണ് നടി ഉർവശി തുറന്നടിച്ചിരിക്കുന്നത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ സഹനടി, സഹനടൻ എന്നിവരെ തിരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്ത് എന്ന പ്രസക്തമായ ചോദ്യമാണ് ഉർവശി ചോദിക്കുന്നത്. തോന്നിയതുപോലെ കൊടുക്കും, നിങ്ങൾ വന്ന് വാങ്ങിച്ചു പോകണം എന്ന രീതി അംഗീകരിക്കാനാകില്ലെന്നും ഉർവശി പറയുന്നു. സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പെൻഷൻ കാശൊന്നും അല്ലല്ലോ എന്നും ഉർവശി ചോദിക്കുന്നു. അവാർഡ് നിർണയത്തിൽ ആടുജീവിതം സിനിമ എന്തുകൊണ്ട് പരാമർശിക്കാതെ പോയെന്നും തുറന്നു ചോദിക്കുകയാണ് നടി ഉർവശി. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചെന്നൈ റിപ്പോർട്ടർ ജോബി ജോർജിനോടാണ് ഉർവശി ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം സിനിമയായ JSKയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നപ്പോൾ പോലും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് 9 ദിവസം ജയിലിൽ ഇട്ടിട്ട് തൃശൂർ MP ആയ സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല. അങ്ങനെയുള്ള സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയുമോ, ഈ വിവാദത്തിൽ എന്തെങ്കിലും പറയുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്താണ് ഉർവശി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞ വാക്കുകൾ എന്ന് നോക്കാം. ഒരു അവാർഡ് എന്തിനു വേണ്ടി, അത് ഏത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നത്, ജൂറിക്ക് അത് വ്യക്തമാക്കേണ്ട കടമയുണ്ടല്ലോ. അല്ലാതെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ കൊടുക്കും, എല്ലാവരും വന്ന് വാങ്ങിക്കണമെന്ന നിലപാട് ഇങ്ങനെ കാലങ്ങളോളം തുടർന്നു പോയാൽ അർഹിക്കുന്ന പലർക്കും കിട്ടില്ല. എനിക്ക് പിന്നാലെ ഇനിയും പലരും വരും. എൻ്റെ കാര്യത്തിൽ ചോദിച്ച് ക്ലാരിഫൈ ചെയ്തില്ല എങ്കിൽ എനിക്ക് പിന്നാലെ വരുന്നവർക്ക് എന്തു വിശ്വാസമുണ്ടാകും? ഉർവശി ചേച്ചിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് ഒരിക്കൽ റിമ കല്ലിങ്കൽ എന്നോട് ചോദിച്ചിരുന്നു. വിജയരാഘവന്റെയും ഷാറൂഖ് ഖാന്റെയും പ്രകടനങ്ങൾ അവർ വിലയിരുത്തിയത് എങ്ങനെയാണ്? എന്ത് മാനദണ്ഡത്തിൽ ഏറ്റക്കുറച്ചിൽ കണ്ടു? ഇതെങ്ങനെ സഹനടനായി, അതെങ്ങനെ മികച്ച നടനായി? തീയെന്ന് പറഞ്ഞാൽ വാ പൊള്ളും എന്ന കാലം മാറണം. വളരെ കഠിനാധ്വാനത്തോടെ വിജയരാഘവൻ ആ വേഷം ചെയ്യുകയായിരുന്നു. അതിൻ്റെ മേക്കപ്പിൻ്റെ കാര്യം ആലോചിച്ച് ആ സിനിമയിൽ നിന്ന് പിന്മാറിയ ആളാണ് താനെന്നും ഉർവശി പറയുന്നുണ്ട്. അത്ര ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ഈ പ്രായത്തിൽ ആ സിനിമയിൽ അഭിനയിച്ചതെന്ന് ഉർവശി എടുത്തു പറയുന്നുണ്ട്. എന്നിട്ടും എങ്ങനെ സഹനടനായി? നികുതി കെട്ടിവെച്ചാണ് ഞങ്ങളൊക്കെ അഭിനയിക്കുന്നത്, അല്ലാതെ ചുമ്മാ വന്ന് അഭിനയിച്ചു പോകുന്നതല്ലല്ലോ. അത് അവർ വ്യക്തമാക്കണം. ആടുജീവിതം എന്ന സിനിമ പരാമർശിക്കാതെ പോയി. എന്തുകൊണ്ട് നമ്മുടെ ഭാഷയ്ക്ക് പുരസ്കാരം കിട്ടില്ല? മികച്ച നടിക്ക് വേണ്ടി ബേബി എന്നൊരു സിനിമ പോയിരുന്നു, അതൊന്നും ജൂറി കണ്ടിട്ട് പോലുമില്ല. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന് ഉർവശി ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി ഒക്കെ നിൽക്കുകയല്ലേ, അദ്ദേഹം ചോദിച്ച് ഉത്തരം പറയട്ടെ. താൻ സംസാരിക്കുന്നത് ഇനി വരാനുള്ളവർക്ക് വേണ്ടിയാണ്. ഇത്രയും പരിചയസമ്പത്തുള്ള താൻ അല്ലെങ്കിൽ ആര് ചോദിക്കുമെന്നാണ് പലരും ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ അവാർഡ് നൽകി എന്നതാണ്. കാരണം പറഞ്ഞാൽ മതി, ഞങ്ങൾ തൃപ്തയാണ്, അല്ലെങ്കിൽ എനിക്ക് തൃപ്തിയാകും. ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. ഇതിനകത്ത് വ്യക്തത വേണം. ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ട് മതി പുരസ്കാരം വാങ്ങുന്നത്. തരുന്നത് സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൻഷൻ കാശൊന്നും അല്ലല്ലോ എന്നും ഉർവശി ചോദിക്കുന്നുണ്ട്. ഇത്രയും കാലമായി സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. മികച്ച നടൻ, മികച്ച നടി എന്നിവയ്ക്ക് അവാർഡ് നൽകാനുള്ള മാനദണ്ഡം എന്താണ്? എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? കേരള സ്റ്റോറി സിനിമ താൻ കണ്ടിട്ടില്ല, കണ്ടിട്ട് അഭിപ്രായം പറയാമെന്നും ഉർവശി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ വളരെ ഏറെ പ്രസക്തമായ കാര്യങ്ങളാണ് ഉർവശി പറയുന്നത്. ഒപ്പം BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് ഉർവശി ചോദിക്കുന്നതും അത് തന്നെയാണ്. മികച്ച നടൻ, നടി അവാർഡുകൾ എന്തുകൊണ്ട് പങ്കുവെച്ച് നൽകിയില്ല? കഴിഞ്ഞ വർഷം ഷെയർ ചെയ്ത് നൽകിയതാണല്ലോ, അതായത് പങ്കുവെച്ച് രണ്ടുപേർക്കൊക്കെ നൽകുന്ന രീതി ഉണ്ടല്ലോ. ഇത്തവണ എങ്ങനെ ഇങ്ങനെയായി? ഇക്കാര്യങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ള കാര്യമാണ് ഉർവശി പറയുന്നത്. എല്ലാം വ്യക്തമാക്കിയിട്ട് പുരസ്കാരം സ്വീകരിക്കുന്ന കാര്യം തീരുമാനിക്കുമെന്നാണ് ഉർവശി പറഞ്ഞു വയ്ക്കുന്നത്. വളരെ ശക്തമായ പ്രതികരണമാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഉർവശിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ സുരേഷ് ഗോപി പ്രതികരിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ ഗംഭീര പ്രകടനമാണ് ഉർവശി നടത്തിയത്. നമുക്കറിയാം, പാർവതി തിരുവോത്തിനൊപ്പം മികച്ചു നിൽക്കുന്ന പ്രകടനമാണ് ഉർവശി നടത്തിയത്. മാത്രമല്ല, ഉർവശി തന്നെ ഈ അഭിമുഖത്തിൽ പറയുന്ന ബേബി എന്ന തമിഴ് ചിത്രം, രഞ്ജിത്ത് നിർമ്മിച്ച ചിത്രം, ആ ചിത്രത്തിലും അസാധ്യമായ പ്രകടനമാണ് ഉർവശി നടത്തിയിട്ടുള്ളത്. ഇതൊന്നും പരിഗണിക്കാതെ സഹനടി പുരസ്കാരം ഉർവശിക്ക് നൽകിയത് ശരിയായില്ല എന്ന നിലപാട് തന്നെയാണ് ഉർവശി പങ്കുവയ്ക്കുന്നത്. ഉർവശി ഇഷ്ടപ്പെടുന്നവരെല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ പുരസ്കാരം ഉർവശിയെ പോലൊരു നടിയെ അപമാനിക്കുന്ന രീതിയിലായപ്പോൾ എന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഉർവശിയുടെ പ്രതികരണം വരുന്നത്, അത് ശ്രദ്ധേയമാകുന്നത്.
മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കുവയ്ക്കാമായിരുന്നു എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഒപ്പം വിജയരാഘവന് കിട്ടിയ സഹനടൻ പുരസ്കാരം അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിനെ കുറച്ചു കാണിക്കുന്ന ഒന്നായിട്ടാണ് മലയാള സിനിമാ പ്രവർത്തകരെല്ലാം എടുത്തിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ തന്നെയാണ് ഉർവശിയും ഉയർത്തുന്നത്. ഇത്തവണ ദേശീയ പുരസ്കാരം വന്നപ്പോൾ മലയാളം ആകെ ചർച്ച ചെയ്ത മറ്റൊരു കാര്യം കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗണ്ട സിനിമയ്ക്ക് കിട്ടിയ അവാർഡായിരുന്നു. ഒപ്പം ആടുജീവിതം പോലൊരു മഹത്തായ സിനിമ, ഒരു ക്രിയേഷൻ, അതിനെ അവഗണിച്ചതും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രതികരണത്തിന് കാരണമായിട്ടുണ്ട്. എമ്പുരാനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനോടുള്ള വിരോധം തീർക്കാനാണ് ആടുജീവിതം സിനിമ അവഗണിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതായത് ആ ഒരു രാഷ്ട്രീയ വിരോധം ഇപ്പോഴും BJP കേന്ദ്രങ്ങൾ തുടരുന്നു എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല ആടുജീവിതം അത്ര മെച്ചപ്പെട്ട സിനിമയായി കാണുന്നില്ല അല്ലെങ്കിൽ തോന്നിയില്ല എന്ന് ജൂറി ചെയർമാൻ അശുതോഷ് ഗവാരിക്കറുടെ പ്രതികരണവും ഈ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ BJPയുടെ അജണ്ട വ്യക്തമാക്കുന്നതാണ്. അതായത് ചലച്ചിത്ര പുരസ്കാരത്തിലും കൃത്യമായ സംഘപരിവാർ രാഷ്ട്രീയം നമുക്ക് തെളിഞ്ഞു കാണാം. മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സിനിമാ അവാർഡ് നിർണയത്തിലേക്ക് വല്ലാതെ കടന്നു വരുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇതിനെതിരെയെല്ലാം ശക്തമായ വാക്കുകളുമായി പ്രതികരിച്ചിരിക്കുകയാണ് നടി ഉർവശി. നമുക്കറിയാം, പറയാനുള്ളതെല്ലാം എന്നും തുറന്നു പറയുന്ന ഒരു നടിയാണ് ഉർവശി. എങ്കിലും ഇത്തവണ ഉർവശിയുടെ ചോദ്യങ്ങൾ ചെന്ന് തറയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിന് മുകളിലേക്ക് തന്നെയാണ്. അതിനേക്കാൾ ഉപരി ഉത്തരം പറയേണ്ടി വരുന്നത് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി അന്വേഷിച്ചിട്ട് പറയട്ടെ എന്ന് കൃത്യമായി പറഞ്ഞ ഉർവശി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമീപകാല വിവാദങ്ങളിൽ ഒന്നും പ്രതികരിക്കാതെ ഒളിച്ചു നടക്കുകയാണ് സുരേഷ് ഗോപി. താരത്തിന്റെ തന്നെ സിനിമയായ JSKയിലെ ജാനകി എന്ന പേരുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് ഉയർത്തിയ വിവാദം, അതിലും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല. വലിയ വിവാദങ്ങൾക്ക് ശേഷം JSK തിയേറ്ററിലെത്തിയപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടായിരുന്നു ആ വിവാദം ഉണ്ടായത് എന്ന്. സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത് സുരേഷ് ഗോപിയുടെ തന്നെ രാഷ്ട്രീയമായിരുന്നു. അത് സാധാരണ രീതിയിൽ ഫലിക്കില്ല എന്ന് കണ്ടപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രൊപ്പഗണ്ട വിവാദമായിരുന്നു JSKയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ JSKയിലെ ജാനകി എന്ന പേരുമായി ബന്ധപ്പെട്ട വിവാദം. എമ്പുരാനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ആ സിനിമയെ വലിയ രീതിയിൽ ഹിറ്റാക്കിയത് മുന്നിൽ കണ്ടായിരുന്നു JSKയുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർത്തിവിട്ടത്. പക്ഷേ സിനിമ വിജയിച്ചില്ല. എന്തായാലും ആ വിവാദത്തിലും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടും സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം കേൾക്കാൻ പോയിരുന്ന സുരേഷ് ഗോപിയെ നോക്കി ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്ന് ബ്രിട്ടാസ് വിളിച്ചിട്ടും അത് കേട്ട് എണീറ്റ് പോയതല്ലാതെ സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല. എന്തായാലും BJP അജണ്ടകളും ദക്ഷിണേന്ത്യൻ സിനിമകളോടുള്ള അവഗണനയും ദേശീയ അവാർഡ് നിർണയത്തിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇത്തവണയും അത് തന്നെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഉർവശി ഉയർത്തിവിടുന്ന ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അവർ പറയുന്നത് പോലെ ഈ ചോദ്യങ്ങൾ അവർക്ക് വേണ്ടിയല്ല, വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഉർവശിയോടുള്ള സ്നേഹവും ബഹുമാനവും കൂട്ടുന്നതാണ് അവരുടെ ശക്തമായ വാക്കുകൾ. നല്ല നല്ല കഥാപാത്രങ്ങളുമായി ഇനിയും സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഉർവശി നിറയട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും ഉർവശി ഉയർത്തുന്ന ചോദ്യങ്ങളോട് സിനിമാ നടൻ എന്ന നിലയിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗം എന്ന നിലയിലും പ്രതികരിക്കാൻ സുരേഷ് ഗോപി ബാധ്യസ്ഥനാണ്. പക്ഷേ അതുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം എന്ന് കണ്ടറിയണം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.